ഗൈസ് വെൽക്കം ടു ബ്രോസിസ് വൈബ്സ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാർക്കിലേക്കാണ്. തൊട്ട് പാർക്കാണ്, മൻസൂറ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിലാണ്. ഗൈസ് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇത്തിരി ലേറ്റായി, അതുകൊണ്ട് എൻ്റെ ഫേസ് അത്ര ക്ലിയർ ആയിട്ട് കാണൂല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാനിവിടെയൊക്കെ ഫുള്ളിയിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചനെ കണ്ടുമുട്ടി. ആൾ കാണുന്ന പോലെയല്ല കേട്ടോ, ഇത്തിരി സാമർഥ്യമുള്ളതാ. ഹേയ് ഹേയ് കൊണ്ട് ഇരിപ്പന്നെ നോക്കൂ, എന്തുട്ടതും വാലൊക്കെ പൊന്തി നിൽക്കുന്നു. ഹേയ് സാമർഥ്യക്കാരിയാണ് കേട്ടോ. കാര്യമാണോ എന്നറിയില്ല. ഇരുട്ട് കണ്ട തോന്നില്ലേ, ക്ലിയർ ആവുണ്ടാവില്ല കാരണം ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ അവിടെ ചെന്നിട്ട് കുറേ കാണിച്ചു തരാം. നമുക്ക് നടക്കാം. ഉണ്ടോ ഇങ്ങനെ ഇരുട്ടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നമ്മളുടെ ഇങ്ങനെ ക്ലാരിറ്റി പോയിക്കൊണ്ടിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടുത്തെ മരങ്ങളൊക്കെ പ്രത്യേക ഭംഗിട്ടോ, നല്ല രസമില്ലേ? പിന്നെ എന്താ പറയുക, എനിക്കെന്നെ അറിയില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നില്ലേ? എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായവർ പതിവ് പോലെ കമൻറ്റ് ബിലോ. അവിടുത്തെ പൂച്ചകൾക്കൊക്കെ ഇതിന് സാമർഥ്യമാണ് കേട്ടോ. കണ്ടായി അതെ, അങ്ങോട്ട് ചെന്നാൽ പാർക്ക് എത്തും. പാർക്ക് മീൻസ് ഇത് പാർക്ക് തന്നെയാണ്, കളിക്കുന്നത് എത്തും. ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഗൈസ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കാണ്. ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാണ്. ഇവിടെ എല്ലാ ഒരു ഇതിനും സെക്യൂരിറ്റി ഉണ്ടാവും കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു സെക്യൂരിറ്റി. എത്രാമത്തെ സെക്യൂരിറ്റിനാണ് ഇവിടെ കുറേ കണ്ടിട്ടുണ്ട്.
ഞാൻ പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവില്ല കേട്ടോ, വോയിസ് ചിലപ്പോൾ ക്ലിയർ ആവില്ല, കാരണം അവിടെ കാറ്റൊക്കെ ഉണ്ട്, കാണുന്ന പോലെയല്ല. പിന്നെ നാട്ടിൽ ആർക്കൊക്കെ എക്സാം തുടങ്ങി അവർ കമൻറ്റ് ചെയ്യാം. എനിക്കും എക്സാം ഉണ്ട്, പക്ഷേ ഞാൻ അതിന് രക്ഷപ്പെട്ടു. എൻ്റെ സ്കൂളിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ അവിടെ അല്ലേ. അപ്പോൾ ആർക്കൊക്കെ എക്സാമൊക്കെ ഉള്ളതിന് അവർ കമൻറ്റ് ചെയ്യണം. പിന്നെ ഏത് എക്സാമാണ് അടുത്തതിനും കമൻറ്റ് ചെയ്യണം. അങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞു പോയിട്ട്, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്താ അത്ര പറയാനും ഇല്ല. അങ്ങനെ ഞാൻ സ്റ്റേഡിയം കാണിച്ചു തരാം കേട്ടോ, അത്ര ക്ലിയർ ആവില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇരുന്നിരിക്കുകയാണ്. ഇവിടെ നിറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പം നമ്മൾ അവിടെ ഇരുന്ന നമ്മൾ ഇപ്പം ഇങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി വന്നാണ്. എന്തോ മല കയറുന്ന പോലെ കേട്ടോ, ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല എത്ര ക്ലിയർ ഉണ്ടാവില്ല, ഇരുട്ടായി. എന്തോ അല്ലാണ് അവിടെ നമ്മൾ കയറുന്നു. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചത്. ലുക്കൈസ് നോക്കൂ, നല്ല രസമില്ലേ? രാവിലെ എന്ന് വെച്ചാൽ തിരിഞ്ഞും കൂടി നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വെച്ചാൽ ഭംഗി ഉണ്ടായേനെ. ഒന്നില്ല, ഇത് ഇപ്പോഴും ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞത് ഇരുട്ടായതുകൊണ്ട് നമ്മളുടെ ക്ലാരിറ്റി കുറവായിരിക്കും, അതുകൊണ്ട് രാവിലെ രസം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞുണ്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം കേട്ടോ, പക്ഷേ കറാവും ഗൈസ്, വേണ്ട. ഓ എന്താ ഇത് കറാവും എന്നൊക്കെ, അല്ലാണ്ട് ഇരിക്കാൻ പറ്റാണ്ടല്ലോ. ഇത് നമ്മൾ ഇറങ്ങാൻ ഇവിടുന്ന് കറണ്ട്, അല്ലാതെ കാണണ്ടേ. ഫോൺ ഷീക്കാവുണ്ട് കേട്ടോ, മോളിൽ ഇറങ്ങല് ഷീക്കാവുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്ന് അവിടെ നിന്ന് പോരുന്നു. രാത്രി ആയതുകൊണ്ട് ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട, എല്ലാവരും ഉണ്ട് അവിടെ.
ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ജിമ്മ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഒരുപാടൊക്കെ ഉണ്ട്. ശരിക്കും കാണൂല കേട്ടല്ലേ. എനിക്കെന്തിന് ഓൾറെഡി ഫിറ്റാ. ഒരു കാര്യം കാണിച്ചേ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോവാണ് ബിൽഡിംഗ് ഒക്കെ മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അത്രയുള്ള ഗൈസ്. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.